CUET എക്സാം എഴുതി നിങ്ങൾക്ക് എടുക്കാവുന്ന പ്രധാനപ്പെട്ട സയൻസ് കോഴ്സുകൾ ഏതൊക്കെയാണ്, അത് പ്രൊവൈഡ് ചെയ്യുന്ന ടോപ്പ് യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഏതൊക്കെ പേപ്പേഴ്സ് ആണ് CUET എക്സാമിനേഷനിൽ നിങ്ങൾ എഴുതാനുള്ളത്, അതുപോലെ ഓരോ യൂണിവേഴ്സിറ്റികളും ഓരോ കോഴ്സുകളിലോട്ടും എത്ര സീറ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതും കൂടെ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. എല്ലാ സയൻസ് കോഴ്സുകളും നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ PDF-ഉം ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ള PDF-ഉം നമ്മൾ കമന്റ് ബോക്സിൽ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പ് ഉണ്ടാവും, ആ ഗ്രൂപ്പിലും കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അങ്ങനെയാണെന്ന് ഈ ഒരു ലിസ്റ്റും കൂടെ വീഡിയോ കാണുന്നത് വഴി നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അവസാനം വരെ വീഡിയോ കാണുക ഷുവർ ആയിട്ടും. അപ്പം ഈ യൂണിവേഴ്സിറ്റികളാണ് ഞാൻ ഈ പറയാൻ പോകുന്ന യൂണിവേഴ്സിറ്റികളാണ് നിങ്ങൾ നിർബന്ധമായിട്ടും പ്രിഫറൻസ് ആയിട്ട് കൊടുത്തുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സ് ആയിരിക്കണം എക്സാമിനേഷനിൽ ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഓൾറെഡി CUETക്ക് അപ്ലിക്കേഷൻ കൊടുത്തവരാണെങ്കിൽ, സബ്മിറ്റ് ചെയ്തവരാണെങ്കിൽ ഒരു കറക്ഷൻ പീരീഡിൽ നിങ്ങൾക്ക് ആ ഒരു പേപ്പേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. പ്രധാനപ്പെട്ട ഒരു സയൻസ് കോഴ്സാണ് BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BCA എന്ന് പറയുന്നത്. അപ്പം BCA പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. BSc ഹോണേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ആണ് ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. എനി വൺ ലാംഗ്വേജ് ഫ്രം, നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് എഴുതേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം CUETന്റെ പ്രധാനമായിട്ട് 3 സെക്ഷൻ ആയിട്ടാണ് സിലബസ് വരുന്നത്. സെക്ഷൻ 1 ലാംഗ്വേജ് ആണ്, സെക്ഷൻ 2 ഡൊമൈൻ സബ്ജക്ട് +2 NCERT ബേസ് ചെയ്തുള്ള സബ്ജക്റ്റ് ആണ്. അതായത് നിങ്ങളിപ്പം സയൻസുകാരാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളായിരിക്കും ഉണ്ടാവുക. പിന്നെ ചില റയർ സബ്ജക്ട് കോമ്പിനേഷൻസും ഉണ്ടാവും. അപ്പം അതാണ് ഡൊമൈൻ സബ്ജക്റ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത്, PCMB CS എന്നുള്ള ഒരു കാര്യം. അതുപോലെ ലാംഗ്വേജിൽ ഇംഗ്ലീഷും മലയാളം അടക്കം 13ഓളം റീജിയണൽ ലാംഗ്വേജസ് ഉണ്ട്. പിന്നെ സെക്ഷൻ 3 ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്ങും ബേസിക് മാത്സ് ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും വരുന്ന ഒരു പേപ്പറാണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ GAT എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ BSc ഹോണേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഏകദേശം 1265 സീറ്റുകളാണ് ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡൽഹി നാഷണൽ ക്യാപിറ്റൽ റീജിയനിൽ, അതായത് ഡൽഹിയിൽ ആകെ പരന്നു കിടക്കുന്ന, സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന 91ഓളം വരുന്ന നോർത്ത് സൗത്ത് ഓഫ് ക്യാമ്പസുകളായിട്ട് കിടക്കുന്ന കോളേജുകളാണ് വരുന്നത്. അപ്പോൾ ആ ഓരോ കോളേജുകളിലോട്ടുമാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലോട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. ആ കോളേജുകളിലോട്ടായിരിക്കും അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം വ്യത്യസ്ത കോളേജുകളിലായിട്ട് 1265 സീറ്റുകളാണ് ഡൽഹി യൂണിവേഴ്സിറ്റി അതിൻ്റെ പല കോളേജുകളിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് ഏതൊക്കെ പേപ്പേഴ്സ് എഴുതണം എന്നുള്ളതാണ്. എനി വൺ ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എഴുതിയിരിക്കണം, അല്ലെങ്കിൽ അതിനോടൊപ്പം മാത്സ് അല്ലെങ്കിൽ അപ്ലൈഡ് മാത്സ് എഴുതിയിരിക്കണം. അതുപോലെ തന്നെ 2 ഡൊമൈൻ സബ്ജക്റ്റുകളും അല്ലെങ്കിൽ 2 ലാംഗ്വേജുകൾ, മാത്സ് അല്ലെങ്കിൽ അപ്ലൈഡ് മാത്സ്, അതുപോലെ ഒരു ഡൊമൈൻ സബ്ജക്റ്റുമാണ് നിങ്ങൾ എഴുതേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ 1265 സീറ്റുകളാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നത്, BSc ഹോണേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, BSc ഹോണേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഉണ്ട്, BSc ഹോണേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബനാറസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി കെമിസ്ട്രിയും ഫിസിക്സും മാത്സും ആണ് എഴുതേണ്ടത്. പിന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഫിസിക്സും മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ കെമിസ്ട്രിയോ ബയോളജിയോ ബിസിനസ് സ്റ്റഡീസോ അതിനോടൊപ്പം എഴുതിയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള BCA കഴിഞ്ഞ വർഷം തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം BCA ഹോണേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് BSc ഹോണേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബിഹാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റഗ്രേറ്റഡ് BSc MSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ഓപ്ഷൻ ഓഫ് സ്പെഷ്യലൈസേഷൻ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നിങ്ങൾക്കറിയാം ഇത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും VR-ന്റെയും AR-ന്റെയും XR-ന്റെ ഒക്കെ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഒരുപാട് സ്കോപ്പ് നിങ്ങളുടെ കരിയറിൽ തുറന്നിടുന്ന ഒരു കോഴ്സാണ് എന്നുള്ള രീതിക്ക് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബിഹാർ BSc MSc ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഡിഗ്രിയും PGയും ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള കോഴ്സുകളെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് പറയുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലാണ് സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മധ്യപ്രദേശിലുള്ള IGNTU ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയും എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, PCA ഹോണേഴ്സ് അല്ലെങ്കിൽ റീസെർച്ച് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൗലാന നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി മാനു, ഹൈദരാബാദിലെ മാനു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ് BCA BCA ആൻഡ് MCA ഡാറ്റ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി നല്ല ക്യാമ്പസാണ്, BSc ഹോണേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയും ഡോക്ടർ ഹരിസിംഗ് ഗൗർ വിശ്വവിദ്യാലയവും ബാബാ സാഹബ് ഭീംറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റിയും എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, BCA അല്ലെങ്കിൽ BSc ഹോണേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ പേപ്പേഴ്സ് ആണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ ഇവിടെ വായിച്ചു നോക്കുക. ഇതിന്റെ ലിസ്റ്റ് എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.
അതിനുശേഷം നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സീറ്റ് മാട്രിക്സ്, എത്ര സീറ്റുകളിലോട്ടാണ് ഓരോ യൂണിവേഴ്സിറ്റിയും ആ കോഴ്സുകളിൽ അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ലിസ്റ്റും പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് PDF ആയിട്ട് നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ സയൻസ് വിദ്യാർത്ഥികളാണെങ്കിൽ ഒരുപാട് കുട്ടികൾ ഇപ്പൊ നീറ്റ് എഴുതുന്ന ആൾക്കാർ പോലും ഇവൻ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അഗ്രികൾച്ചർ കോഴ്സ് എടുക്കുക എന്നുള്ളത്. അപ്പം ഇതിന് മുമ്പ് CUT വരുന്നതിന് മുമ്പൊക്കെ എന്തായിരുന്നു, ഐക്കർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ആയിരുന്നു. CUT വന്നതോടുകൂടി CUT ബേസ് ചെയ്തുകൊണ്ടാണ് മേജർ ആയിട്ടുള്ള എല്ലാ അഗ്രികൾച്ചർ കോളേജസിലോട്ടും അഡ്മിഷൻ നടക്കുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഐക്കറിന്റെ കീഴിൽ ഏകദേശം 33ഓളം കോഴ്സസ് ആണ് അഗ്രികൾച്ചർ, അലൈഡ് ആൻഡ് ഫോറസ്ട്രി കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഐക്കർ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സയൻസ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വ്യത്യസ്ത സ്പെഷ്യലൈസേഷൻസും കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജി അതുപോലെ തന്നെ അഗ്രികൾച്ചർ അഗ്രികൾച്ചർ കോഴ്സസ് ആണ് ചൂസ് ചെയ്യാനുള്ളത്. നിങ്ങൾ ഐക്കർ വഴി അഗ്രികൾച്ചർ കോഴ്സസ് ആണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓരോ യൂണിവേഴ്സിറ്റി വൈസും പേപ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇത് ടോട്ടൽ ഏതൊക്കെ വേണം എന്നുള്ളതാണ്. ഇതിന്റെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആണ്, PCB ആണ്. അതിനോടൊപ്പം നിങ്ങൾ ഒരു ലാംഗ്വേജും ജേണൽ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. 8000 സീറ്റുകളിലോട്ടാണ് ഐക്കർ ത്രൂ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിന്റെ ഒരു സ്കോപ്പ് ഒന്ന് ആലോചിക്കുക എന്നുള്ളതാണ്. ഒറ്റ എക്സാമിനേഷനിലൂടെ ഈ പറയുന്ന 8000 സീറ്റുകളിലോട്ടുള്ള ഒരു പ്രോബബിലിറ്റി, ആ ഒരു സ്കോപ്പാണ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അഗ്രികൾച്ചറിന്റെ നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മളൊരു ക്യാമ്പസ് ടൂർ വീഡിയോയും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് ബട്ടണിൽ ആഡ് ചെയ്യാം, അതും കൂടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിന്റെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് അതും അവിടെ ആ ഒരു ക്യാമ്പസ് ടൂറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ പേപ്പേഴ്സ് എന്തൊക്കെയാണ്, എത്ര സീറ്റ് കാണുന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാറും BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. IGNT ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഒഡീഷ ഉണ്ട്, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയും BSc ഹോണേഴ്സ് BSc അഗ്രികൾച്ചർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ BSc കെമിസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളാണ് ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. എഗെയിൻ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഉണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രധാനപ്പെട്ട ഹിന്ദു കോളേജ് പോലെയുള്ള അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കോളേജുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം ഇവിടെ കാണുന്ന പോലെ 25 കോളേജുകളിൽ 1679 സീറ്റുകളാണ് വരുന്നത് ടോട്ടൽ. നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സ് അല്ലെങ്കിൽ അപ്ലൈഡ് മാത്സ് ആണ് BSc ഹോണേഴ്സ് കെമിസ്ട്രി ഡൽഹി യൂണിവേഴ്സിറ്റി കണ്ടറിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ എഴുതേണ്ടത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി BSc ഹോണേഴ്സ് കെമിസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ പേപ്പേഴ്സ് ആണെന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, നിങ്ങൾ കെമിസ്ട്രി എടുക്കാൻ വിചാരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിക്കും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിക്കും ഒപ്പം തന്നെ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യേണ്ടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ചേർത്ത് വെക്കുന്ന സമയത്ത് ഏറ്റവും മികച്ച സൗകര്യങ്ങളും ഏറ്റവും മികച്ച ക്യാമ്പസും അറ്റ്മോസ്ഫിയറും ലാബും ഫെസിലിറ്റീസും പിന്നെ അതുപോലെ തന്നെ കെമിസ്ട്രി സയൻസ് വിഷയങ്ങൾക്ക് ഏറ്റവും മികച്ച ഡിപ്പാർട്ട്മെന്റും വരുന്ന ഒരു ക്യാമ്പസാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റഡ് BSc MSc പ്രോഗ്രാമാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് UG PG ഒറ്റ എൻട്രൻസ് എക്സാമിലൂടെ നിങ്ങൾക്ക് കവർ ചെയ്യാം. PGക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ CUT PG എക്സാമിനേഷൻ എഴുതേണ്ടി വരില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവും അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീരും ജാർഖണ്ഡും കർണാടക യൂണിവേഴ്സിറ്റി, കർണാടക കെമിസ്ട്രിക്ക് അത്യാവശ്യം നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടെയും വരുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഏതൊക്കെ പേപ്പേഴ്സ് ആണ് വേണ്ടത്, ഏതൊക്കെ സ്പെഷ്യലൈസേഷൻ ആണ്, അതുപോലെ തന്നെ അതിന്റെ സീറ്റ് മാട്രിക്സും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനും തമിഴ്നാടും മാനുവും അതുപോലെ തന്നെ അലഹബാദ് യൂണിവേഴ്സിറ്റിയും ഈ പറയപ്പെടുന്ന ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളും കെമിസ്ട്രി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി BSc ഫിസിക്സിലോട്ട് പോകുന്ന സമയത്ത് അഗെയിൻ ഞാനിവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും എന്ത് ചെയ്യുന്നുണ്ട്, BSc ഫിസിക്സ് കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജാമിയ മിലിയ ഇസ്ലാമിയും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ഈ പറയപ്പെടുന്ന സയൻസ് കോഴ്സുകളിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എക്സാമിനേഷൻ അപ്പിയർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ജാമിയ എന്ന് പറയുന്നത് ടോപ്പ് 5 വരുന്നതാണ് NIRF. അതുപോലെ തന്നെ അലിഗഡും അതേപോലെ ടോപ്പ് 10 വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിക്കും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കും ഒപ്പം തന്നെ കൺസിഡർ ചെയ്യേണ്ടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ജാമിയ മിലിയ ഇസ്ലാമിയും അതുപോലെ തന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ BSc ബോട്ടണി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്,
പറയപ്പെടുന്ന യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ്, ഏതൊക്കെ സ്പെഷ്യലൈസേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, 3 ഇയർ പ്രോഗ്രാം ആണോ 4 ഇയർ ആണോ, അല്ല ഇന്റഗ്രേറ്റഡ് BSc MSc പ്രോഗ്രാം ആണോ പ്രൊവൈഡ് ചെയ്യുന്നത്, അത് കൊടുത്തിട്ടുണ്ട്. ബോട്ടണി ഉണ്ട്, അതുപോലെ തന്നെ സുവോളജി കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് കാണാം. മാത്തമാറ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ്, അതിന്റെ സബ്ജക്ട് ടെസ്റ്റ് പേപ്പേഴ്സ് ഏതൊക്കെ വേണമെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ BSc മൈക്രോബയോളജിയും അതുപോലെ തന്നെ BSc ബയോടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. BSc സ്റ്റാറ്റ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതും വരുന്നുണ്ട്. ഇനി ബിടെക്കിലോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് പേര് JEE എഴുതാൻ വേണ്ടിയിട്ടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ CUT എക്സാം മുഖേന തന്നെ ബിടെക് പ്രൊവൈഡ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ, തമിഴ്നാടു, അംബേദ്കർ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ JEE മുഖേന അല്ലാതെ CUT എക്സാം വഴിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിടെക്കിലോട്ട് ഈ പറയപ്പെടുന്ന യൂണിവേഴ്സിറ്റികളിലോട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ BPharm DPharm കോഴ്സുകൾ, അതായത് ബാച്ചുലർ ഓഫ് ഫാർമസി അതുപോലെ തന്നെ ഡിപ്ലോമ ഓഫ് ഫാർമസി കോഴ്സസ് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും CUT വഴി നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ DPharm പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. IGNTU BPharm ലാറ്ററൽ എൻട്രി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബും ഡോക്ടർ ഹരിസിംഗ് ഗൗർ വിശ്വവിദ്യാലയം, അതുപോലെ ബാബാ സാഹിബ് ഭീംറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ടെസ്റ്റ് പേപ്പേഴ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾ വായിച്ചു നോക്കുക. അതിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് കമന്റ് ബോക്സിൽ. നിങ്ങൾ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു PDF നിങ്ങൾക്ക് വായിച്ചു നോക്കാം എന്നുള്ളതാണ്. ഇതാണ് പ്രധാനപ്പെട്ട സയൻസ് കോഴ്സുകൾ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആപ്ലിക്കേഷൻ ഓൾറെഡി കൊടുത്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, കറക്റ്റ് ആയിട്ടാണ് സബ്ജക്ട് കോമ്പിനേഷൻ കൊടുത്തത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. എന്നിരുന്നാൽ മാത്രമാണ് ആ യൂണിവേഴ്സിറ്റികൾ പറയുന്ന ടെസ്റ്റ് പേപ്പേഴ്സ് കൃത്യമായിട്ട് ചൂസ് ചെയ്താലാണ് നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിയിലോട്ട് നിങ്ങളുടെ CUT സ്കോർ കാർഡിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റുക. ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓൾറെഡി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുക, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഏറ്റവും നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയാം, എങ്ങനെയാ ഒരു സബ്ജക്റ്റിന്റെ കോമ്പിനേഷൻ യൂസ് ചെയ്യുക. നിങ്ങൾ വിചാരിക്കുന്ന കോഴ്സ് ഇപ്പം ബോട്ടണി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ബോട്ടണി പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസും അതിന്റെ സ്പെഷ്യലൈസേഷനും അതുപോലെ തന്നെ ഏതൊക്കെ പേപ്പേഴ്സ് ആണ്, എത്ര സീറ്റുകളാണുള്ളത് എന്നുള്ളത് നോക്കുക. ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും 60 to 80 സീറ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി 1000-ന് മുകളിലാണ് എല്ലാ കോഴ്സുകൾക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി 91ഓളം കോളേജസിലോട്ടാണ് അഡ്മിഷൻ നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ഒരിക്കലും അതിന് വേണ്ടുന്ന പേപ്പേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും CUTയിൽ നിങ്ങൾ അപ്പിയർ ചെയ്തിരിക്കണം. അങ്ങനെയാണ് നിങ്ങളുടെ ചാൻസ് കൂടുക എന്നുള്ളത്. ഇവിടെ നോക്കടാ, 60ഉം 80ഉം സീറ്റുകളിലോട്ട് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുമ്പോൾ 15 ലക്ഷം കുട്ടികളാണ് കഴിഞ്ഞ വർഷം എക്സാമിനേഷൻ അപ്പിയർ ചെയ്തത്. അപ്പോൾ 15 ലക്ഷം കുട്ടികളാണ് ഇത്രയും ചുരുങ്ങിയ സീറ്റുകളിലോട്ട് വരുന്നത്. പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റിയിലോട്ടാകുമ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി കൂടുന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വിചാരിക്കുന്ന കോഴ്സ് ഏതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് ഈ ലിസ്റ്റ് വഴി നിങ്ങൾ അറിയുക, നോക്കുക. അതിനുശേഷം മാക്സിമം യൂണിവേഴ്സിറ്റികളിലോട്ട് നിങ്ങൾ അഡ്മിഷൻ ക്വാളിഫൈ ചെയ്യുന്ന രൂപത്തിൽ നിങ്ങൾ ടെസ്റ്റ് പേപ്പേഴ്സ് ബുദ്ധിപൂർവ്വം ഒരു പെൻ ആൻഡ് പേപ്പർ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡെഫിനറ്റ്ലി ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാം. നിങ്ങൾ ഹെൽപ്പ് ഡെസ്ക്, വാട്സപ്പ് ഹെൽപ്പ് ഡെസ്ക് കമ്മ്യൂണിറ്റിയിൽ ചോദിക്കാം. നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. ഹെൽപ്പ് ഡെസ്കിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമന്റ് ബോക്സിൽ, അതിലും കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, നമ്മൾ ഡെഫിനറ്റ്ലി ആൻസർ ചെയ്യും. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.